നമസ്കാരം. ട്രംപിന്റെ താരിഫ് എന്ന തുറപ്പുചീട്ടിൽ യൂറോപ്പുമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. ട്രംപ് ആഗ്രഹിക്കുന്ന എന്തു കാര്യവും തന്റെ ഉള്ളം കൈയിൽ ഒതുക്കാനാണ് എപ്പോഴും സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ നടക്കാത്ത മോഹമായി അവശേഷിക്കുന്നത് ഗ്രീൻലാൻഡ് ആണ്. ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ തർക്കം ആ പഴയ സംഘർഷങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ് ലോകം കാണുന്നത്. 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതിക്ക് അധിക തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തിക സമ്മർദ്ദവും സുരക്ഷാ രാഷ്ട്രീയവും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു നയമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ 10% തീരുവയും ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട കരാറിലെത്താൻ കഴിയാത്ത പക്ഷം ജൂൺ 1 മുതൽ അത് 25% ഉയരുമെന്ന ഭീഷണിയും യൂറോപ്പുമായുള്ള ബന്ധത്തെ പുതിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ പഴയകാല ബന്ധം നോക്കേണ്ടതുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇവർ ഒരേ ചേരിയിലാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പല നിർണായക സമയങ്ങളിലും ഇവർക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിള്ളലുകൾ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രൂപങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രം. സൈനിക ഇടപെടലുകൾ, ആണവ തന്ത്രങ്ങൾ, അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചുള്ള സമീപനങ്ങൾ, ഇപ്പോൾ ആർട്ടിക് മേഖലയിലെ ആധിപത്യം എന്നിങ്ങനെ പല പല കാര്യങ്ങളായി പോകുന്നുണ്ട്. 1956 സൂയസ് പ്രതിസന്ധി ഈ സംഘർഷങ്ങളുടെ ആദ്യത്തെ വലിയ ഉദാഹരണമായിരുന്നു. ഈജിപ്ത് സൂയസ് കനാൽ ദേശസാൽക്കരിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രയേലുമായി ചേർന്ന് നടത്തിയ സൈനിക നീക്കത്തെ അമേരിക്ക ശക്തമായി എതിർത്തു. വാഷിംഗ്ടൺ ചെലുത്തിയ സാമ്പത്തികവും നയതന്ത്രപരവുമായ സമ്മർദ്ദം ബ്രിട്ടനും ഫ്രാൻസും പിന്മാറാൻ നിർബന്ധിതരായി. ഇതോടെ യൂറോപ്യൻ കോളനിയിൽ ശക്തികളുടെ സ്വാധീനം വേഗത്തിൽ ക്ഷയിക്കുകയും അമേരിക്ക യൂറോപ്പ് ബന്ധത്തിൽ ആദ്യ വലിയ വിള്ളൽ ദൃശ്യമാവുകയും ചെയ്തു. അന്നു മുതൽ തന്നെ യൂറോപ്യൻ സുരക്ഷയും ആഗോള രാഷ്ട്രീയവും നിർണയിക്കുന്നതിൽ അവസാന വാക്ക് വാഷിംഗ്ടണിനോ എന്ന ചോദ്യം ഉയരാൻ തുടങ്ങി. വിയറ്റ്നാം യുദ്ധകാലഘട്ടത്തിൽ ഈ സംശയം കൂടുതൽ ശക്തമായി. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് നയതന്ത്ര പിന്തുണ നൽകി എങ്കിലും സ്വന്തം സൈനികരെ യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നതിൽ നിന്നും അവർ വിട്ടുനിന്നു. യൂറോപ്പിൽ ഉടനീളം ഉയർന്ന യുദ്ധവിരുദ്ധ ജനകീയ പ്രതിഷേധങ്ങൾ അമേരിക്കയുടെ സൈനിക തന്ത്രത്തോടുള്ള അകലം പ്രകടമാക്കി. ഇതിലൂടെ സഖ്യം എന്ന ആശയം നിലനിന്നിരുന്നു എങ്കിലും ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള വ്യത്യസ്ത തീരുമാനങ്ങൾ യൂറോപ്പ് എടുക്കാൻ തുടങ്ങിയതായി വ്യക്തമാക്കി. 1980കളിൽ യൂറോ മിസൈൽ സംഘർഷങ്ങൾ ഈ ഭിന്നതയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. സോവിയറ്റ് യൂണിയന്റെ മിസൈൽ വിന്യാസങ്ങൾക്കു മറുപടിയായി പശ്ചിമ യൂറോപ്പിൽ അമേരിക്കൻ ആണവ മിസൈലുകൾ സ്ഥാപിച്ചത് വൻ ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ നീക്കത്തെ സ്വന്തം സുരക്ഷയ്ക്കുള്ള ഭീഷണിയായി കണ്ടപ്പോൾ അമേരിക്ക അതിനെ നാറ്റോ തന്ത്രത്തിന്റെ അനിവാര്യ ഘടകമായി വിശേഷിപ്പിച്ചു. ഈ ഘട്ടത്തിൽ നാറ്റോ എന്ന സഖ്യത്തിന്റെ അകത്തളങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് വ്യക്തമായി. 2003 ഇറാഖ് യുദ്ധം അറ്റ്ലാന്റിക് ബന്ധങ്ങളെ വീണ്ടും ഉലച്ചു. ഫ്രാൻസും ജർമ്മനിയും അമേരിക്കൻ അധിനിവേശത്തെ പരസ്യമായി എതിർത്തതോടെ പഴയ യൂറോപ്പ്, പുതിയ യൂറോപ്പ് എന്ന വിവാദപരമായ വാക്കുകൾ വരെ ഉയർന്നു വന്നു. അന്താരാഷ്ട്ര നിയമത്തിന്റെ പ്രാധാന്യം, ബലപ്രയോഗത്തിന്റെ ന്യായീകരണം, ആഗോള സുരക്ഷ എന്നിങ്ങനെ അടിസ്ഥാന വിഷയങ്ങൾ തന്നെ അമേരിക്കയും പ്രധാന യൂറോപ്യൻ ശക്തികളും തമ്മിൽ ദൂരമുണ്ടായി. ഈ ഭിന്നതകൾ സഖ്യം എന്ന ആശയം രാഷ്ട്രീയമായി എത്രത്തോളം ദുർബലമാണെന്ന് വീണ്ടും തെളിയിച്ചു. ഇപ്പോൾ ഗ്രീൻലാൻഡ് തർക്കം ഈ സംഘർഷ ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമായി മാറിയിരിക്കുകയാണ്. ആർട്ടിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന റഷ്യൻ ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനും അമേരിക്കൻ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗ്രീൻലാൻഡ് നിർണായകമാണ് എന്ന് ട്രംപ് ആവർത്തിച്ചു വാദിക്കുന്നുണ്ട്. മറുവശത്ത് ഡെൻമാർക്കിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദ്വീപിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും നാറ്റോയുടെ പങ്ക് ശക്തിപ്പെടുത്താനും നീങ്ങുകയാണ്. ഇതാണ് സാമ്പത്തിക ആയുധമായി തീരുവകളിലൂടെ അമേരിക്ക പ്രതികരിക്കുന്നത്. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്, ഫിൻലാൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്കെതിരായ തീരുവ ഭീഷണി സൈനിക സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ പുതിയ ഏറ്റുമുട്ടലിന്റെ സൂചനയാണ്. ഗ്രീൻലാൻഡ് വിഷയം അതിനാൽ വെറും ഒരു ദ്വീപിനെ കുറിച്ചുള്ള തർക്കമല്ല,
അത് അമേരിക്ക യൂറോപ്പ് ബന്ധങ്ങളുടെ അടിത്തട്ടിലുള്ള വിശ്വാസം, അധികാര വിഭജനം, സുരക്ഷ, ഉത്തരവാദിത്വം എന്നീ അടിസ്ഥാന ചോദ്യങ്ങളെ വീണ്ടും ഉണർത്തുകയാണ് ചെയ്യുന്നത്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ അറ്റ്ലാന്റിക് സഖ്യം പ്രതിസന്ധികളിലൂടെ മാത്രമാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.